അഞ്ജലിയുടെ രഹസ്യ കല്യാണം കഴിഞ്ഞു. പുന്നാര പൊന്നുമോള് വരുമ്പോ അവളോടൊന്ന് ചോദിച്ചു നോക്ക്, അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഏതാണെന്നും ആരാ കെട്ടിയതെന്നും. അപ്പോഴേ ശിവരാമൻ സർ, പിന്നീട് ഉത്തരം പറയാൻ റെഡി ആവുമ്പോ ഞാൻ വീണ്ടും വരും ഞാൻ എന്റെ പുന്നാര അനിയത്തിയെ കണ്ട അഭിനന്ദിക്കാൻ. ഇതന്നെയാണോ സ്ഥലം? ആള് പറഞ്ഞ ലൊക്കേഷൻ ഇതാ. ഇവിടെ ഇതല്ലാതെ മറ്റു കെട്ടിടമൊന്നും കാണുന്നില്ലല്ലോ. നമുക്ക് എന്തായാലും കയറി നോക്കാം. കുഞ്ഞപ്പനാണല്ലോ. ഒരു മിനിറ്റ്. എന്താ കുഞ്ഞപ്പ? അഞ്ജലി, നീ എവിടെയാ? ഞാനിപ്പോ കുറച്ച് ദൂരെയാ. ദൂരെ? ദൂരെന്ന് വെച്ച സ്ഥലത്തിന് പേരില്ലേ? അയ്യോ, അതല്ല കുഞ്ഞപ്പ. ഞാൻ നമ്മുടെ പത്മയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി വന്നതാ. കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. ആണോ? അതെ അഞ്ജലി, നീ വരാൻ ഒരുപാട് ലേറ്റ് ആവോ? നമ്മളെ കുഞ്ഞപ്പന്റെ ചിറ്റപ്പന്റെ മോളുടെ കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുക കരുനാപ്പള്ളിയില്. നമുക്ക് ഒരുമിച്ച് പോവാന്ന് നീ ഏറ്റിരുന്നല്ലേ? എന്നിട്ട് നീ ഇത് എവിടെ പോയി കിടക്കുക? അല്ല, അത് പിന്നെ മധു, പത്മയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പെട്ടെന്നൊരു യാത്ര വരേണ്ടി വന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ടാ നിന്നോടൊന്നും പറയാതിരുന്നത്. മാത്രമല്ല, ആ തിരക്കിനിടയിൽ ഞാൻ കല്യാണത്തിന്റെ കാര്യം അങ്ങ് മറന്നുപോയി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? സോറി മധു, ഇന്നിനി എന്തായാലും ഞാൻ എത്താൻ ലേറ്റ് ആവും. നിങ്ങൾ വിട്ടോ, അതായിരിക്കും നല്ലത്. നമുക്ക് പിന്നീട് ഒരു ദിവസം കുഞ്ഞപ്പനെയും കുട്ടി കരുനാഗപ്പള്ളിയിലേക്ക് പോവാം. ഇന്നിനി ഏതായാലും എന്നെ കാക്കണ്ട. ഞാൻ എപ്പോഴാ എത്താന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ആണോ? എന്താ, എന്തു പറ്റി? അഞ്ജലി എത്താൻ ലേറ്റ് ആവുന്നു. നമ്മളോട് വിട്ടോളാൻ പറഞ്ഞു. ആണോ? എന്നാ വാ പോവാം. ഇപ്പൊ തന്നെ ലേറ്റായി. ബഗർ എന്തെങ്കിലും പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. നാളെ കുഞ്ഞപ്പന്റെ ചിറ്റപ്പന്റെ മോളുടെ കല്യാണം. നമ്മളെല്ലാരും കൂടി ഇന്നേ പോകാൻ നേറ്റിരുന്നതാ. സാരമില്ല, നമുക്ക് വന്ന കാര്യം പൂർത്തിയാക്കാം. രാജീവ് വാ. ശരി, വാ. ஃபாதர், ഇവിടെ ഈ மதர் சுப்பீரியர் ஆபீஸ் எവിടെயா? அது இந்த பில்டிங்குக்கு பின்னாடி தான் இருக்கு. இங்க இருந்து ஸ்ட்ரைட்டா போனா போதும். താങ്ക് യു ഫാദർ. പറയും പോലെ തമിഴാണല്ലോ, ഞാനത് ഓർത്തില്ല. സിസ്റ്റർ,
മേ വി ഗെറ്റ് ഇൻ? യെസ്, കം ഇൻ. സിസ്റ്റർ, ഞാൻ தான் രാജീവ്. கொஞ்சம் முன்னாடி ഫോണിൽ കൂപ്പിട്ടുണ്ട്. ആ, രാജീവല്ലേ? മനസ്സിലായി. ഇരുന്നോളൂ. മലയാളം? ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരിയാ. റേച്ചൽ ജോൺ സാമുവൽ എന്നാ പേര്. ഓ, ഇരിക്കൂ. താങ്ക് യു. താങ്ക് ഗോഡ്. അതേതായാലും നന്നായി. ഇല്ലെങ്കിൽ ചിലപ്പോൾ ലാംഗ്വേജ് പ്രോബ്ലം ആയേനെ. ആ, നിങ്ങൾ പത്മയുടെ ആരാ? ആ, അത് പിന്നെ സിസ്റ്റർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ രാജീവ്, ഇത് അഞ്ജലി. അഡ്വക്കേറ്റാണ്. പത്മയുടെ കേസ് നടത്തുന്ന അഞ്ജലിയാ. അതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗിന് പോകുന്ന വഴിയിലാ. മനസ്സിലായി. സിസ്റ്റർ, ബുദ്ധിമുട്ടില്ലെങ്കിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റോ? കാണാതായി ഇത്ര നാളായിട്ടും പത്മ എന്താ ഞങ്ങളെ ബന്ധപ്പെടാതിരുന്നത്? എങ്ങനെയാ അവൾ ഇവിടെ എത്തിപ്പെട്ടത്? സിസ്റ്ററിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ. എന്ത് ബുദ്ധിമുട്ട്? പത്മ പറഞ്ഞിരുന്നു, ആ അഡ്വക്കേറ്റ് അഞ്ജലി അവൾക്ക് സ്വന്തം ചേച്ചിയെ പോലെയാണെന്ന്. ആ, അപ്പൊ പിന്നെ താൻ അറിഞ്ഞിരിക്കുന്ന നല്ലതല്ലേ? ഞാൻ പറയാം വിശദമായിട്ട്. വരൂ, നമുക്ക് പുറത്തിറങ്ങി അല്പം കാറ്റുകൊണ്ട് സംസാരിക്കാം. ആലീസ്, വരൂ. ശരിക്കും വെട്ടുകാട് പള്ളിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു ഞങ്ങള്. എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച നടക്കുന്ന പ്രോഗ്രാമാണത്. പതിവായി ഹൈവേ വഴി മടങ്ങി വരുന്ന ഞങ്ങള് ഇക്കുറി മാർത്താണ്ഡത്തുനിന്ന് തിരിഞ്ഞ് ഒരിടവഴിയാ മടങ്ങി വന്നത്. ആ വഴിക്ക് നമ്മുടെ തന്നെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അവിടത്തേക്ക് കുറച്ച് പുസ്തകങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. അതാ ആ വഴി വരാൻ കാരണം. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാ അക്രമികളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു വന്ന പത്മയെ ഞങ്ങൾ കണ്ടത്. കാണുമ്പോൾ ദയനീയമായിരുന്നു അവളുടെ സ്ഥിതി. ഒരുപക്ഷെ കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ മരിച്ചു പോകാമായിരുന്ന സ്ഥിതി. കർത്താവാണ് ഞങ്ങളെ അവിടേക്ക് വരുത്തി മരണത്തിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തിയത്.
സത്യത്തിൽ ആ കുട്ടി മരിച്ചു പോയെന്നാ ആദ്യം ഞങ്ങൾ കരുതിയത്. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഫാദർ ബെനഡിക്റ്റ് പോയി നോക്കിയപ്പോ പൾസ് ഉണ്ടായിരുന്നു. ജീവൻ ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കൺഫേം ചെയ്തപ്പോഴാ ഞങ്ങൾക്ക് ശ്വാസം നേരെ വീണത്. എന്തുപറ്റി? പൾസർക്ക് എന്താ പോണ നമുക്ക് ചർച്ചയ്ക്ക് കൊണ്ടുപോകാം. വരും, എല്ലാവരും കൊഞ്ചം ഹെൽപ്പ് പണ്ണുക സിസ്റ്റേഴ്സ്. വണ്ടിയിലെത്തുക. ഫിസിക്കൽ എന്നതിനേക്കാൾ ഉപരി അന്നേരത്തെ മെന്റൽ ഷോക്കിലുണ്ടായ ബോധക്കേടായിരുന്നു പത്മയുടേത്. എങ്കിലും ദുരൂഹമായ സാഹചര്യത്തിൽ വഴിയിൽ പർദ്ദ കിട്ടുകിടക്കുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ സത്യത്തിൽ അവളെ പോലീസിന് കൈമാറാനായിരുന്നു ഞങ്ങൾ ആലോചിച്ചത്. പക്ഷെ ഫാദർ തന്നെയാ ഞങ്ങളോട് പറഞ്ഞത് ആദ്യം കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ. അങ്ങനെയാണ് അത്യാവശ്യ സൗകര്യങ്ങളുള്ള ഇവിടേക്ക് ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇടയ്ക്കിടയ്ക്ക് ബോധം വന്നു പോയിരുന്നെങ്കിലും ആദ്യത്തെ 1-2 ദിവസം ആ കുട്ടി ഒരു മെന്റൽ ട്രോമയിലായിരുന്നു. ശേഷം ഒന്ന് റിക്കവർ ആയപ്പോഴാ അവള് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതും നിങ്ങളെ വിവരം അറിയിക്കാമോ എന്ന് ഞങ്ങളോട് സഹായം ആവശ്യപ്പെട്ടതും. അങ്ങനെയാ പത്മ അഡ്വക്കേറ്റ് അഞ്ജലിയെ വിളിക്കാനിടയായത്. അല്ല പത്മ, ചേച്ചി ഞാനിവിടെ ഉണ്ട്. പത്മ ചേച്ചി, പത്മേ, ചേട്ടാ നടന്നതെല്ലാം ഞങ്ങൾ അറിഞ്ഞു. മദർ സുപ്പീരിയർ ഞങ്ങളോടെല്ലാം പറഞ്ഞു. ചേച്ചി, ഇവരാ ഈ മദറ എന്നെ ദൈവത്തെ പോലെ വന്ന് രക്ഷിച്ചത്. മറക്കില്ല സിസ്റ്ററെ, മരിച്ചാലും മറക്കില്ല. എന്താ പത്മ, എല്ലാം കർത്താവിന്റെ കൃപ കൊണ്ട് ഭംഗിയായി നടന്നില്ലേ? ഞങ്ങൾ അവിടെ എത്തിയതും ഇത്രയൊക്കെ സംഭവിച്ചതും ഒരു നിയോഗമായി കണ്ടാ മതി. ദൈവകൃപയാണ് ഏറ്റവും വലുത്. மதர் ப்ரேயருக்கு டைம் ஆச்சு. நீங்க போங்க, நான் பின்னாடி வரேன். ஓ സിസ്റ്റർ. അപ്പൊ എങ്ങനെയാ നിങ്ങൾ പത്നി ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോവല്ലേ? അത് അയ്യോ സിസ്റ്റർ, ഞാനത് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. ഞങ്ങളിന്ന് പത്മയെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അയ്യോ സിസ്റ്റർ, ഞാനത് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. ഞങ്ങളിന്ന് പത്മയെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. പത്മയുടെ ജീവൻ അവിടെ സേഫ് അല്ല സിസ്റ്റർ. അതുകൊണ്ട് അവൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ളൊരു സാവകാശം സിസ്റ്റർ ഞങ്ങൾക്ക് തരണം. ഓക്കെ, മാക്സിമം ഒരാഴ്ച. അതിൽ കൂടുതൽ നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓ ഓക്കെ, മനസ്സിലായി സിസ്റ്റർ. അതിനുള്ളിൽ തന്നെ ഞങ്ങളൊരു വഴി കണ്ടെത്തിക്കോളാം. ശരി, എനിക്ക് പ്രേയറിന് സമയമായി, ഞാൻ പോകുന്നു. ശരി സിസ്റ്റർ. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ മടങ്ങാവൂ. കുറേ ദൂരെ യാത്ര ചെയ്യാനുള്ളതല്ലേ. ഇനി കൂടുതൽ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓഫീസിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ശരി സിസ്റ്റർ. ചേച്ചി, നമ്മുടെ കേസിന്റെ കാര്യം അതെന്തായി? അതൊക്കെ അതിന്റെ മുറ പോലെ തന്നെ നടക്കുന്നുണ്ട് പത്മേ. തൽക്കാലം നീ ഇവിടെ നിന്നാ മതി. ഞാൻ മദറിനോട് പറഞ്ഞ പോലെ പോലീസ് പ്രൊട്ടക്ഷൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അതിലൊരു തീരുമാനമായാലുടൻ ഞാൻ തന്നെ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോവാം. എന്താ? ശരിയാ. അതെ, ഏതായാലും പത്മയുടെ സേഫ് ആണല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തില്
ഞങ്ങൾക്ക് നിന്റെ സേഫ്റ്റി ഏറ്റവും പ്രധാനം. ചേച്ചി അത് പിന്നെ എന്താ പത്മേ? അല്ല അമ്പാടിച്ചേട്ടൻ ഓ ഓ ഓ ഓ പറയുമ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ, ഞങ്ങളത് വിട്ടുപോയി. അതെ, നിന്റെ അമ്പാടിച്ചേട്ടന് ഒരു കുഴപ്പമില്ല. ആളവിടെ സേഫ് ആയിട്ട് തന്നെയുണ്ട്. ആണോ? ആ അതെ, ആളുടെ കൈക്കും കാലിനൊക്കെ ചെറിയ പാച്ച് വർക്ക് ഉണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ശരിയായിക്കോട്ടെ. ആളിങ്ങ് പറന്നെത്തില്ലേ പത്മയെ കാണാൻ? എന്താ അതുപോരെ? നോക്ക് നോക്ക്, അവളുടെ നാണം നോക്കി. പോ ചേച്ചി അവിടുന്ന്. ഇത് സംഗതി കൈവിട്ട ലക്ഷണമാണ്. പോയി അവിടുന്ന്. സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല. നിന്റെ മനസ്സിന്റെ ദുഷ്ടത കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ അവളെ ന്യായീകരിക്കുന്നത്. അതിപ്പോ നീ എന്നോട് ചൂടായിട്ട് എന്താ ശ്യാമളെ? ഞാൻ അങ്ങനെ ആരെയും പ്രത്യേകിച്ച് ന്യായീകരിക്കാൻ പറഞ്ഞതൊന്നുമല്ല. ന്യായീകരിക്കാതെ പിന്നെ എന്റെ കൊച്ചിനെ കുറിച്ച് അനുപമ പറഞ്ഞ ശരിയാണെന്നല്ലേ നീ സൂചിപ്പിച്ചത്? എന്താ അതിന്റെ അർത്ഥം? അത് പറ. അയ്യോ എന്റെ ശ്യാമളെ, അനുപമ പറഞ്ഞത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. കാര്യമായി എന്തെങ്കിലും ഒന്നില്ലാതെ അവൾ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ എന്നാണ് ഞാനൊരു സംശയം പറഞ്ഞത്. ആര്? അനുപമയോ? നല്ല കഥയായി. അവള് വാ തുറക്കുന്നത് തന്നെ കള്ളം പറയാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനുമാ. അങ്ങനെയുള്ള അവള് പറയുന്നത് കേട്ട് എന്റെ കൊച്ചിനെ ആരും ഒന്നും പറയണ്ട. വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നീ. ഇതിപ്പോ ഏതാണ് സത്യം ഏതാണ് കള്ളോന്ന് അവള് വരുമ്പോ അറിയാലോ. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സംസാരം? അമ്മേ മതി, ഒന്ന് നിർത്താവോ? ഈ പൊടി, നിങ്ങൾ രണ്ടുപേരും ഇത് എന്താ ഈ കാണിക്കുന്നത്? അമ്മ ഈ വായിട്ട് അലക്കുന്നത് കണ്ട പിന്നെ മനസ്സിലാക്കാം അമ്മ ഇതെന്ത് ഭാവിച്ച എന്ന് ചോദിച്ചാ എടി മോളെ, ഇവള് പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഇത്രയും നേരം നിങ്ങൾ രണ്ടാളും പറയുന്നത് കേട്ടോണ്ടാ ഞാൻ ഇവിടെ ഇരുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് കേക്ക് പ്ലീസ്. നിങ്ങൾ രണ്ടാളും പറയുന്നത് കേട്ടോണ്ടാ ഞാൻ ഇവിടെ ഇരുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് കേക്ക് പ്ലീസ്. അനുപമ എന്നൊക്കെ ഈ വീട്ടിൽ കയറി വന്നിട്ടുണ്ടോ അന്നൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ടെ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുള്ളൂ. ശരിയോ തെറ്റോ നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. വാ തുറന്ന കള്ളം മാത്രം പറയുന്ന അനുപമയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് അമ്മായി പറഞ്ഞത് 100% ശരിയാണ്. ഇനി അനുപമ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. നമ്മൾ ആരും അറിയാതെ അഞ്ജലി പോയി ആരെയോ കള്ളക്കല്യാണം നടത്തിയെന്നല്ലേ അനുപമയുടെ ആരോപണം. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ മാത്രമല്ല, അഞ്ജലി അറിയാവുന്ന ആരും വിശ്വസിക്കില്ല. അതാ സത്യം. കണ്ടോ കണ്ടോ, ആരും മോൾക്ക് കാര്യം പിടികിട്ടി. നിനക്കില്ലാത്ത ബുദ്ധിയെ അവൾക്കുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും സാഹചര്യത്തില് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ജലി അത് മറ്റാരോട് പറഞ്ഞില്ലെങ്കിലും അവൾ എന്നോട് പറയും. അതാ എന്റെ വിശ്വാസം. ഏതായാലും പുറത്തു പോയ അഞ്ജലി ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. അവളൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. എന്റെ ഒരേ ഒരു ചോദ്യം, അതിനുള്ള ഉത്തരം അവള് തരുന്നതോടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. അതുവരെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് ക്ഷമിക്ക് പ്ലീസ്. ഓ, അവള് ന്യായവും അന്യായവും കണ്ടുപിടിക്കാൻ വന്നേക്കാം. അതെ, എനിക്കിത്രേ പറയാനുള്ളൂ. ഈ വീട്ടില് മേല കാലെടുത്ത് കുത്തരുതെന്ന് അനുപമയ്ക്ക് ഉഗ്രശാസനം നൽകിയത് ആരാ? ദാ ആ നിൽക്കുന്ന ശിവരാമേട്ടൻ. ആ ശിവരാമേട്ടന്റെ മുമ്പിൽ തന്നെ ഇങ്ങനൊരു ബോംബ് അനുപമ പൊട്ടിക്കണമെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഒരു കാര്യമില്ലേ? ആ, ഉറപ്പായും കാണും. ഇല്ലെങ്കിലേ അവളെ ശിവരാമേട്ടൻ ചുമര് തേക്കോന്ന് അറിയാതിരിക്കാൻ മാത്രം മന്ദബുദ്ധിയൊന്നും അല്ല അവള്. അവളൊരു കുഴപ്പക്കാരിയാണെങ്കിലും കാഞ്ഞ ബുദ്ധി അവക്ക്. അതാ ഞാൻ പറഞ്ഞത് തീയില്ലാതെ പുക ഉണ്ടാവില്ലാന്ന്. അവള് പറഞ്ഞതില് എന്തോ ചില സത്യങ്ങളുണ്ട്.
ഇനി ഈ വീട്ടില് ആരും ഒരക്ഷരം അഞ്ജലി മോളെ കുറിച്ച് പറയണ്ട. ആര് പറഞ്ഞാലും എനിക്കറിയാം എന്റെ കുഞ്ഞിനെ. അവളൊരു രഹസ്യ കല്യാണവും കഴിച്ചിട്ടില്ല, അവൾ ആരുടെയും ഒരു താലിയും കഴുത്തിലിട്ടിട്ടില്ല. അവളെ എന്നെ ചതിക്കില്ല, അതെന്റെ വിശ്വാസം. അത് അവള് വീട്ടിൽ വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര തന്നെ. ഒന്ന് മാറും. ആ പത്മൻ ജീവനോടെ ഉണ്ട് സാർ. വാട്ട്? പത്മയെ കണ്ടെത്തുന്നതിന്റെ അടുത്ത ദിവസം രാജീവിന്റെ വീട്ടുകാർ എന്റെ വീട്ടിൽ വരുന്നൊരു വാക്കുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ? അത് ഓർമ്മയുണ്ട്. താൻ ചെല്ല്, എല്ലാം നടക്കേണ്ട പോലെ നടക്കും. അങ്ങനെയല്ല, നല്ലതേ നടക്കാവൂ.